ഗൈസ്, ഞാൻ ഇന്നൊരു ഹേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എനിക്ക് വേണ്ടത് തന്നെ ഒരു യാണും പിന്നെ ഒരു ഹുക്കുമാണ് വേണ്ടത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ നീഡിലുണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലുണ്ട് നീഡിൽ, അപ്പോൾ ഞാനും ഒരു നീഡിലെടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവങ്ങളാണ് ഒരു ഹേർട്ട് ഉണ്ടാക്കുന്നത്. നീഡിൽ മസ്റ്റ് എന്നല്ല, ഒരു സർക്കിൾ ഉണ്ടാവും, അത് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് നീഡിൽ ആവശ്യം. നിങ്ങൾ സാധാ ഈ മറ്റേ സിപ്പ് ചെയ്യണ മറ്റേ സാധായാണ് മറ്റേ നീഡിലുണ്ടെങ്കിൽ അത് എടുക്കണമെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് പറ്റൊക്കെ ചെയ്യും, പ്ലാസ്റ്റിക് ആണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് സ്ലിപ്പ് നോട്ടാണ്. സ്ലിപ്പ് നോട്ട്. ഇപ്പോൾ സ്ലിപ്പ് നോട്ട് എങ്ങനെ ഞാൻ ചെയ്തത് ഇങ്ങനെ കൊണ്ടുപോകും. സ്ലിപ്പ് നോട്ട് ഇങ്ങനെ എടുത്തിട്ട് സ്ലിപ്പ് നോട്ട് ആയിപ്പോൾ ഇനി പതുക്കെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്ലിപ്പ് നോട്ട് കൂടെ റെഡി. ഇനി നമ്മൾ കുക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ 4 ചെയിൻ ചെയ്യാം. ആർക്കെങ്കിലും ചെയിൻ ചെയ്യാൻ അറിയാത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യാണോ ഓവർ ചെയ്യുക. കുക്കിൽ നിന്നിട്ട് ഇതിൽ കൂടി വലിച്ചു ഒരു വി ഷേപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതാണ് 1 ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ മൂടി കാണിക്കാണ്. ഇങ്ങനെ യാണോ ഓവർ ചെയ്യുക, പിന്നെ ഇതിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ എനിക്ക് 2 വി ഉണ്ട്. ടോട്ടൽ നമുക്ക് 4 വി ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതേമാതിരി ചെയ്ത് ആയി അളന്നിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ യാണോ ഓവർ ചെയ്തെടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കുക. ഇത് ഭയങ്കര ഈസി ആയിട്ടാണ് കണ്ട മനസ്സിലാവും. അപ്പോൾ ഈ 4 ചെയിൻ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത്, ത്രിബിൾ ക്രോഷ് ചെയ്യാം. ത്രിബിൾ ക്രോഷ് അറിയാത്തവരുണ്ടെങ്കിൽ പറയാം. അതിനായിട്ട് ആദ്യം ഞാൻ യാൺ ഓവർ ചെയ്യാം. ഒരു യാൺ ഓവർ പോരാ, അപ്പം അതിന് 2 ഇത്ര യാൺ ഓവർ 3 യാൺ ഓവർ അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഫസ്റ്റ് ചെയിൻ ഉണ്ടാവുമല്ലോ, അതിലേക്ക് കയറ്റി കൊടുക്കുക. ഇപ്പോൾ ദാ കുക്കിൽ തന്നെ 4 ഇതുണ്ട്. അപ്പോൾ യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ കൂടി മാത്രം വലിക്കാം. ഇനി യാൺ ഓവർ ചെയ്തിട്ട് 2 കൂടി മാത്രം വലിക്കുക. ഓക്കെ, പിന്നെ യാൺ ഓവർ ചെയ്യണം. എന്നിട്ട് ഈ 2 കൂടി മാത്രം വലിക്കുക. ഇനി യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ എല്ലാത്തും കൂടി വലിക്കാം. അപ്പോൾ നമ്മളുടെ ഒരു ത്രിബിൾ ക്രോഷ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരെണ്ണം കൂടി ചെയ്യണം. ആദ്യം ചെയ്ത് നമ്മളെ ചെയിൻ ഉണ്ടാവില്ല, അതിൻ്റെ ഒരു ഗോൾ ഇവിടെ കാണാൻ എനിക്ക് അതിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ അതേമാതിരി ഇങ്ങനെയാണ് ഓവർ ചെയ്തെടുത്തു. ഇനി ഞാൻ ആ ചെയിനിലോട്ട് ഒന്ന് കയറ്റി കൊടുത്തു. ഇനി വീണ്ടും ഞാൻ ഓവർ ചെയ്തു. ആ ചെയിൻ കൂടി വന്നിട്ട് ഇനി വീണ്ടും ഞാൻ ഓവർ ചെയ്തു. 2 കൂടി മാത്രം വീണ്ടും ഞാൻ ഓവർ ചെയ്തു. ഈ 2 കൂടി മാത്രം അങ്ങനെ വീണ്ടും ഞാൻ ഓവർ ചെയ്തത്. ഇത് കൂടി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതാണ് ഇവിടെയാണ് നമ്മുടെ സർക്കിൾ സംഭവം പോകുന്നത്. അതൊരു കുഞ്ഞു ഹോൾ നമുക്കൊരു സംഭവം ഉണ്ടാകും. അതാണ് നമ്മളുടെ ഹോൾ. ഇനി ഞാൻ 4 ഡബിൾ ക്രോഷ് ചെയ്യുന്നു. അപ്പോൾ ഡബിൾ ക്രോഷ് ചെയ്യാനായിട്ട് ഞാൻ പിന്നെ ഇങ്ങനെയായിട്ട് പിടിക്കുന്നതായിരിക്കും. ഇങ്ങനെ പിടിക്കാൻ തോന്നുന്നില്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ പിടിക്കാം. കുറേ തരങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ പിടിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പിടിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 4 ഡബിൾ ക്രോഷ് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ ഓവർ ചെയ്യാം. ഒരു വട്ടം ഓവർ ചെയ്താൽ മതി, പിന്നെ ഞാൻ ഓവർ ചെയ്താൽ മതി. പിന്നെ സർക്കിളിലൂടെ കയറ്റി പിന്നെ ഞാൻ ഓവർ ചെയ്തിട്ട് ആ ഒരൊറ്റൊരു ഇതിലൂടെ മാത്രം വലിക്കുക. എന്നിട്ട് ഞാൻ
കംപ്ലീറ്റ് ചെയ്തു ഒരെണ്ണം. ഇനി എനിക്ക് 3 ചെയ്യാം. അതേമാതിരി തന്നെ ഇങ്ങനെയാണോ ഇത് ഇതിനെ കയറ്റി കൊടുക്കുക. ഇങ്ങനെയാണോ ഇത് കൊടുക്കുക. വീണ്ടും യാണോ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് 2 കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഇതാണ് രണ്ടാമത്തേത് നമ്മൾ കയറ്റി. ഇനി യാണോ ചെയ്തിട്ട് 3ാമത്തെ ചെയ്യാൻ പോകുന്നത്. 3ാമത്തേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനി ഇതാ പതുക്കെ ഞാൻ വലിച്ചു കൊടുക്കുക. യാണോ ചെയ്യുക. കൂടി എടുക്കുക. ഇനി വീണ്ടും നമ്മളിതാ യാണോ ചെയ്തിട്ട് 2 കൂടി മാത്രം എടുത്തിട്ട് വീണ്ടും യാണോ ചെയ്തിട്ടോ നമ്മൾ 2 കൂടി വെച്ചെടുക്കാം. ഇപ്പം ഞാൻ 3 ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം 4ാമത്തെയും കൂടി എന്ത് ചെയ്യാം. യാണോ ചെയ്യുക. ബുക്കിലേക്ക് വീണ്ടും യാണോ ചെയ്തിട്ട് ഒരു ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. സർക്കിൾ വീണ്ടും യാണോ ചെയ്തിട്ട് ഈ 2 കൂടി മാത്രം വലിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും യാണോ ചെയ്യുക. എന്നിട്ട് 2 കൂടി വെച്ചെടുക്കുക. നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 ചെയ്യണം. ഈ ഒരു ഷേപ്പ് ഫോം ചെയ്തതിന് ശേഷം 4 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമ്മൾ 2 ചെയിനാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഞാൻ വീണ്ടും 4 ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുക്കിലേക്ക് കടത്തി ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ ആദ്യം നമ്മൾ ഒരു ലൂപ്പിലൂടെ മാത്രം വലിക്കാൻ പാടും. 2ാമത്തെ സമയത്താണ് 2 ലൂപ്പിലൂടെ വലിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും 2 ലൂപ്പ് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ ലൂപ്പിലൂടെ നമ്മൾ ഒറ്റയ്ക്കിങ്ങനെ വലിച്ചെടുക്കണം. ഇതാണ് 4 ഒരു ഡബിൾ. ഇനി നമുക്ക് 2ാമത്തെ ഡബിൾ ചെയ്യാം. ഡബിൾ ക്രോഷേ. അപ്പോൾ 2ാമത്തേത് കൊടുത്തു ചെയ്യാം കേട്ടോ. അതേമാതിരി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആയിട്ടതും അങ്ങനെ ലൂപ്പ് വെക്കുക. ആദ്യം ഒരു ലൂപ്പിലൂടെ വലിക്കുക. പിന്നെ നമ്മൾ 2 ലൂപ്പിലൂടെ വലിക്കണം. പിന്നെയും ലാസ്റ്റ് വരുന്ന 2 ലൂപ്പിലൂടെയും വലിക്കണം. അപ്പോൾ 2 ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്. 1 ചെയ്തിട്ടുണ്ട്. 4ാമത്തെ നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളൊന്നും തീരുന്നില്ല. ഒരു 2 ഡബിൾ ക്രോഷേ കൂടി നമ്മൾ ചെയ്യണം. ഓക്കെ, ഒരു 2 ഡബിൾ ക്രോഷേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 ഡബിൾ ഞാൻ 2 ത്രിബിള് പറഞ്ഞില്ല. അപ്പോൾ ഇനി 2 ത്രിബിള് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയാണോ 3 ഇനി നമ്മൾ ഈ കുക്കിലോട്ട് എടുക്കാം. ഇങ്ങനെയാണോ ഇത് നമുക്ക് 4 ലൂപ്പ് കിട്ടും. വീണ്ടും ഞാൻ 2 ലൂപ്പിലോട്ട് കൊടുക്കുക. ഇങ്ങനെയാണോ 2 ലൂപ്പിലൂടെ എടുക്കുക. വീണ്ടും ആണോ എടുത്തിട്ട് 2 ലൂപ്പിലൂടെ എടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഒരു ത്രിബിളും കംപ്ലീറ്റ് ആയി. ഒരു ത്രിബിൾ. ഇനി നമുക്ക് ഒരു ത്രിബിളും കൂടി ചെയ്താൽ ത്രിബിളിൻ്റെ പരിപാടി കഴിയും. ഇപ്പോൾ ഞാൻ വീട്ടിൽ എടുത്ത് എന്നിട്ട് ഞാൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ അറിയാത്തവർക്ക് ഇടാം. 3ാമത്തെ ചേഞ്ച് ചെയ്യുമ്പോൾ കാണിച്ചത്. അപ്പോൾ ഞാൻ
ശ്രദ്ധിക്കുക. ഞാൻ ചെയ്തിട്ടുള്ളത് ആ 3 മറ്റേ ചെയിൻ ചെയ്തില്ല നമ്മൾ, ആ ചെയിൻ ചെയ്തത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഗൈസ്, അപ്പോൾ നമ്മളുടെ ഹേർട്ട് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇനി നമ്മൾ ഈ ഒരു പിന്നത്തെ വെച്ച് കൊടുക്കാം. നമ്മളെ പറ്റുന്ന പോലെ വെച്ച് ക്ലോസ് ചെയ്യാം. നമ്മളൊരു ഹേർട്ടായിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സിസർ എടുക്കാം. സിസർ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഈ ഭാഗം എന്നിട്ട് ഇയാളുള്ള ഭാഗം കൂടി നിങ്ങളുടെ ഹേർട്ട് പെർഫെക്റ്റായിട്ടും ലാസ്റ്റും സൂപ്പറായിട്ടും നിങ്ങളുടെ മൂലമാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഞാൻ പിന്നെ നന്നായിട്ടൊന്ന് വലിച്ചെടുക്കുക. പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ഇതാ നമുക്ക് ഇവിടെ ഞാൻ ചെയ്തത്. ഇവിടെ വേണം തന്നെ ഇല്ല. ഞാൻ ഈ ഭാഗത്തുള്ള കട്ട് ചെയ്തു. നിങ്ങളുടെ ഹേർട്ട് ഭയങ്കര പെർഫെക്റ്റായിട്ട് നിങ്ങൾക്കെന്നെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു പിന്നീടൊരു കാലം അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കെയർഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിനി ഹേർട്ട്, ഒരു മിനി സിമ്പിൾ ഹേർട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാം. എന്തെങ്കിലും വേണമെങ്കിലും മ്യൂസിക്കോ മറ്റേ ക്രാബ് അതിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. വലുതുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നീഡിലൊക്കെ വെച്ചൊന്ന് ആഡ് ചെയ്തെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക് നീഡിൽ ചിലപ്പോൾ സൂട്ടബിൾ ആവുള്ളതിന്. അപ്പോൾ നീഡിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചിട്ടാണ് നീഡിൻ്റെ ആവശ്യം വരുന്നത്. പിന്നെ ആവശ്യം വന്നിട്ടില്ല. കാരണം ഞാൻ ഹോൾ കണ്ടില്ല, നിങ്ങൾ ഹോൾ ഓൾറെഡി അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ആവശ്യം വന്നില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഇടാൻ മറക്കരുത് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹേർട്ടിന് വേണ്ടി ഒരു ലൈക്കും സബ്സ്ക്രൈബും. ബൈ.